ബാക്ക് ടു മൈ ചാനൽ ParuS ParaDiseന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു ഹെയർ സ്പാ ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഹെയർ സ്പാ എന്താണെന്നുള്ളത് സംശയം ഉണ്ടാവും, എന്തിനാണ് അത് ചെയ്യുന്നതെന്നുള്ളത് സംശയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ക്ലിയർ ആക്കി തരുന്നതാണ്. നമ്മൾ ഹെയർ സ്പാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുടിയെ നന്നായിട്ടൊന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുക. നല്ല സിൽക്കി ആയിട്ട് നല്ല ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന മുടി ഉണ്ടാവുന്നില്ലേ, മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും നല്ല സിൽക്കിനെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുന്ന മുടിയെ നല്ല അടിപൊളിയാക്കി എടുക്കാനും നല്ല കണ്ടീഷൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഹെയർ സ്പാ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ മസ്റ്റ് ആയിട്ടും മാസത്തിൽ ഒരിക്കലും ചെയ്തിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പുറത്ത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കോസ്റ്റ്ലി ആണിത്. അത് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഈ ഒരു ഹെയർ സ്പാ ക്രീംസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാണ്ട് ടോട്ടലി എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എന്റെ മുടിയിൽ കുറച്ച് നാളായി ഇങ്ങനെ മാസ്കുകളൊക്കെ ഇട്ടിട്ട്, അപ്പൊ എന്റെ മുടി കുറച്ച് ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ ചെറുങ്ങനെ ഓയിൽ കാണുന്നില്ലേ, അപ്പൊ അത് ജസ്റ്റ് ആ ഒരു ചകിരിനെസ് പോവാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇന്ന് എനിക്ക് തോന്നി ഒന്ന് ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് സ്മൂത്ത് ആക്കാമെന്ന് വിചാരിച്ചു. മാസത്തില് മിനിമം നമ്മൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ആ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് മാസത്തിൽ ഒരു തവണ എങ്കിലും ചെയ്യുക. 2 തവണ ചെയ്താലും കുഴപ്പമില്ല. മിനിമം മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2 ആഴ്ചത്തേക്കെങ്കിലും അത് അങ്ങനെ തന്നെ മുടി അങ്ങനെ തന്നെ നിൽക്കും. നല്ല സ്മൂത്ത് ആയിട്ട് ഷൈനി ആയിട്ട് സിൽക്കി ആയിട്ട് നിൽക്കും. നല്ല കണ്ടീഷനുള്ള മുടിയായിട്ട് നിൽക്കും. നല്ല ഒഴുകി നിൽക്കും. ഓക്കെ, നമ്മൾ ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമുക്ക് 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ഓയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഹെയർ ഓയിൽ എന്നതിന് പുറമെ നമ്മുടെ സ്കാൽപ്പിൽ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് സ്റ്റീമിംഗ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീമർ വെച്ച് ചെയ്യാം. അല്ല, ഓയിലിംഗ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഷവർ കാപ്പൊക്കെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്തിട്ട്, അതായത് ബ്ലോ ഡ്രയർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് അങ്ങനെ നമുക്ക് സ്റ്റീമിങ് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടവല് ചൂടുവെള്ളത്തിൽ നനച്ചതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ സ്റ്റീം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുക. ഞാൻ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് ആ ഹോട്ട് ഓയിൽ ഇത് തെറാപ്പി ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പൊ അങ്ങനെ കൂടി ഒന്ന് ചെയ്ത് വെക്കുക. അതൊരു 10-15 മിനിറ്റത്തേക്ക് അങ്ങനെ ഒരു ഹോട്ട് തെറാപ്പി നമ്മുടെ മുടിക്ക് കൊടുക്കുക. അതായത് ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് സ്റ്റീമിങ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണ്. ഹെയർ വാഷിങ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പാ ക്രീം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഹെയർ സ്പാ ട്രീറ്റ്മെന്റിന്റെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഓയിലിംഗിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നെല്ലിബ്രങ്ങാതി കേരതൈലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കാം. നിർബന്ധമില്ല, ചൂടാക്കിയാൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ്. ഞാനിവിടെ ചൂടാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എണ്ണ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് മുടിയിൽ എണ്ണ കുറവാണ് എന്ന് തോന്നുവാണ്, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് തോന്നുന്നുണ്ടെങ്കിൽ മുടിയിലേക്കും കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇന്നലെ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് റൂട്ട്സിലേക്കൊക്കെ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തതിന് ശേഷം ഒരു ടർക്കി ടവല് അതിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കുക. തലമുടിയും സ്കാൽപ്പും ഒക്കെ കൂടി നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ തന്നെ നമ്മുടെ സ്റ്റീം നമ്മുടെ തലയിലേക്ക് റൂട്ട്സിലേക്ക് ഇറങ്ങിച്ചെന്ന് പോഴ്സ് ഒക്കെ ഓപ്പൺ ആയി അത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് മുടിക്ക്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് സ്റ്റീമിംഗ് കൊടുക്കാം. അപ്പൊ ഇനി ഇത് നമുക്ക്
ഈ ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത ടവല് നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞോളൂ കേട്ടോ. പിഴിഞ്ഞെടുത്തിരിക്കുന്നത് നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കുക. ഞാൻ ഇത് നന്നായിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല ചൂട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 15 മിനിറ്റ് ചൂട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ കയറ്റുക, സ്റ്റീം ചെയ്യുക. ഇതിപ്പോൾ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ വെക്കുക. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ മുടിയെ. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ആണ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓയിൽ മുഴുവനും പോകണം, അഴുക്ക് മുഴുവനും പോകണം സ്പാ ചെയ്യുന്നതിന് മുന്നേ. അതുകൊണ്ട് നന്നായിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അപ്പം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കാണാം. അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് കുറച്ചു നേരമായി, ഒരു 10-15 മിനിറ്റ് ആയി. മുടി നന്നായിട്ട് ഉണങ്ങേണ്ട ആവശ്യമില്ല ഹെയർ സ്പാ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചൊരു ഡാമ്പ് കണ്ടീഷനിലാണ് നമ്മൾ ഹെയർ സ്പാ ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലേക്ക് ആവാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതായത് ഹെയർ ലെങ്ത് വൈസ് മാത്രം ആണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻറ്റയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് സ്ട്രാൻഡ്സിന് ഒരു മസാജിങ് കൊടുക്കുക. എല്ലാ സ്ട്രാൻഡ്സിലേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് ഹെയർ സ്പാ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഇതെന്താ തേങ്ങാപ്പാൽ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ? തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല, അപ്പോൾ കട്ട പിടിച്ചു പോവും. നമുക്ക് വേണ്ടത് ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ എനിക്കിങ്ങനെ ക്രീമി ആയിട്ട് കിട്ടി. കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കറ്റാർ വാഴയുടെ ജെല്ലാണ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർ വാഴയുടെ ജെല്ല് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റതും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ അലോവേര ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻറ്റ് തേനാണ്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1/2 ടീസ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എണ്ണയാണ്. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1 ടീസ്പൂൺ നിറയെ ഉണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നിറയെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണറാണ്. ഇതിപ്പം ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്ലസ് അവക്കാഡോ ഓയിലിൻ്റെ കണ്ടീഷണറാണ്. നല്ലൊരു കണ്ടീഷണറാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഉപയോഗിക്കാം. ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ നിറയെ കണ്ടീഷണർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, നമ്മൾ ഒറിജിനൽ ആ ഒരു ഹെയർ സ്പാ ക്രീമിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്. കണ്ടില്ലേ? ഇതിൽ നിങ്ങൾക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കി എടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്.
എൻറ്റയർ ലെങ്ത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് അരമണിക്കൂറെങ്കിലും മിനിമം നമ്മുടെ തലയിൽ വെക്കുക. എന്നിട്ട് നോർമൽ കൂൾ വാട്ടറിൽ, അതായത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇനി നമ്മൾ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം കണ്ടീഷണർ ഇട്ടിട്ടുണ്ട്. ഒത്തിരി വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. നല്ലോണം മസാജ് ചെയ്ത് കളയുക. പിന്നെ ഹെയർ സ്പാ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നനവിലാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുടി നനഞ്ഞ മുടിയാണ്, കുറച്ചും കൂടി ഇലാസ്റ്റിക് ആണ് നേച്ചർ, അപ്പൊ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളത്, ഏറ്റവും ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓയിലിംഗ് ആണ്. ഓയിലിംഗ് ചെയ്യുന്നതിന് മുന്നേ മുടി നിർബന്ധമായും ഡീറ്റാങ്കിൾ ചെയ്തിരിക്കണം. മുടിയുടെ കെട്ടൊക്കെ എടുത്ത് നന്നായിട്ട് മുടി ചീകി വൃത്തിയാക്കി വെച്ചിരിക്കണം. അപ്പൊ ഇതും എല്ലാം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ മുടിയുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്. ബൈ.